ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. സ്പേഡെക്സ് ദൗത്യത്തിലൂടെ ബഹിരാകാശ രംഗത്ത് ചരിത്ര നേട്ടം കൈവരിക്കാനൊരുങ്ങി ISRO. ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ഡോക്കിംഗ് ദൗത്യമായ സ്പേഡെക്സ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രാത്രി 9:58 വിക്ഷേപിക്കുക. ദൗത്യം വിജയിക്കുന്നതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിക്കിടെ ഉമാ തോമസ് MLAയ്ക്ക് അപകടമുണ്ടായ സംഭവത്തിൽ പരിപാടി നടത്തിയ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ കൃഷ്ണകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘാടകരായ മൃദംഗ വിഷൻ MD നികോഷ് കുമാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. സംഘാടകരെ ചോദ്യം ചെയ്യുമെന്നും ഇവരിൽ നിന്നും വീഴ്ചയുണ്ടായതായും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. പുതുവത്സരാഘോഷവേളയിൽ ക്രമസമാധാനവും സ്വൈര്യജീവിതവും ഉറപ്പാക്കുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, മാളുകൾ, പ്രധാന തെരുവുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡ്, വിമാനത്താവളം എന്നിവിടങ്ങളിൽ പോലീസ് പട്രോളിംഗും നിരീക്ഷണവും കർശനമാക്കും. വിവിധ ജില്ലകളിൽ പുതുവത്സരാഘോഷം നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ കർശനമാക്കുന്നതിന് സ്പെഷ്യൽ ടീമുകൾ രൂപീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതുവർഷത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് പരിശോധന കർശനമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. 252 സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ 2861 പരിശോധനകളാണ് സംസ്ഥാന വ്യാപകമായി ഇതിനകം പൂർത്തിയാക്കിയത്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 49 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയുള്ള ക്യാമറ നിരീക്ഷണം ശക്തമാക്കി സംസ്ഥാന സർക്കാർ. ജനുവരി 1 മുതൽ ആരംഭിക്കുന്ന വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായാണ് നടപടി. നിയമലംഘകർക്കെതിരെ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ മന്ത്രി MB രാജേഷ് നിർദ്ദേശം നൽകി. 92ാമത് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ ഉദ്ഘാടനം ചെയ്യും. തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന കൃഷി, കൈത്തൊഴിൽ, വ്യവസായം, ടൂറിസം സമ്മേളനം കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉദ്ഘാടനം ചെയ്യും. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് ഇന്ന് രാവിലെ നിർവഹിച്ചിരുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തുന്നതിന് എയർ കേരള എയർലൈൻസുമായി കിയാൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മെയ് മാസത്തോടെ കണ്ണൂരിൽ നിന്ന് സർവീസ് ആരംഭിക്കാനാകുമെന്ന് എയർ കേരള എയർലൈൻസ് അറിയിച്ചു. KSRTCയുടെ നൂതന സംരംഭമായ KSRTC റോയൽ വ്യൂ ഡബിൾ ഡെക്കർ സർവീസ് നാളെ മന്ത്രി KB ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. യാത്രക്കാർക്ക് നഗരക്കാഴ്ച പൂർണ്ണമായും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ട്രാൻസ്പാരന്റ് ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലായിരിക്കും സർവീസ് നടത്തുക. ഇടുക്കിയിലെ മുള്ളരിങ്ങാട് അമയിൽ തൊട്ടിയിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വണ്ണപ്പുറം പഞ്ചായത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ഹർത്താൽ നടത്തിയിരുന്നു. അന്തരിച്ച വിഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് ആദരമർപ്പിക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം തിരുവനന്തപുരത്ത് നാളെ നടക്കും. ടാഗോർ തിയേറ്ററിൽ വൈകുന്നേരം 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഗീതാർച്ചന, MT പുസ്തകങ്ങളുടെ പ്രദർശനം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ കേരളം നാളെ പശ്ചിമ ബംഗാളുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ഹൈദരാബാദിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിലാണ് മത്സരം. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. ജനുവരി 14 മകരവിളക്ക്. ജനുവരി 19 വരെ തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകും. ജനുവരി 20 രാവിലെ നടയടയ്ക്കും. ഇന്ന് വൈകിട്ട് 4 ക്ഷേത്രതന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. പുതുവത്സരാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള തിരക്ക് കണക്കിലെടുത്ത് കൊച്ചി മെട്രോ കൂടുതൽ സർവീസ് നടത്തും. ജനുവരി 4 വരെ 10 സർവീസുകൾ കൂടുതലായി ഉണ്ടാകും. നാളെ രാവിലെ 10:30 ശേഷവും 20 മിനിറ്റ് ഇടവിട്ട് സർവീസ് തുടരും. അവസാന സർവീസ് തൃപ്പൂണിത്തുറയിൽ നിന്നും പുലർച്ചെ 1:30 ആലുവയിൽ നിന്ന് 1:45 ലോകത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ മുന്നോട്ട് വരണമെന്ന് മന്ത്രി സജി ചെറിയാൻ. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 20 മുതൽ 31 വരെ ചെങ്ങന്നൂരിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേളയുടെ അവലോകന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടിയിൽ ട്രാവൽ മറിഞ്ഞ് ഒരു കുട്ടി മരിച്ചു. മലപ്പുറം സ്വദേശിനിയായ 6 വയസ്സുകാരിയാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ പൂവാറൻതോട് റിസോർട്ടിൽ വിനോദയാത്രയ്ക്ക് വന്ന് മടങ്ങുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കൊച്ചി കടവന്ത്രയിൽ KSRTC ബസ് ഇടിച്ച് സ്കൂട്ടറിന്റെ പിന്നിൽ യാത്ര ചെയ്യുകയായിരുന്ന അരൂക്കുറ്റി സ്വദേശിനി മരിച്ചു. സ്കൂട്ടർ ഓടിച്ചിരുന്ന ആൾക്കും ഗുരുതര പരിക്കേറ്റു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.